നമസ്കാരം, KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ. പ്രധാന വാർത്തകൾ. പൊതുതെരഞ്ഞെടുപ്പിന്റെ രൂപരേഖയാകുമ്പോൾ മറ്റു മുന്നണികളും ഇടതുപക്ഷ നേതൃത്വം നൽകുന്ന മൂന്നാം ബദലിലേക്ക് എത്തുമെന്ന് രാജു എബ്രഹാം MLA. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ നട്ടലുള്ള ആണല്ല. ആയിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പിൽ സമദൂരം പാലിക്കുമെന്ന് പറയില്ലായിരുന്നുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ. പഞ്ചമി സ്വയം സഹായ സംഘം 4ാം വാർഷികം ആലപ്പുഴയിൽ നടന്നു. കുടിവെള്ളം എത്തിയില്ലെങ്കിൽ വോട്ടില്ലെന്ന് മിത്രക്കരി മിത്രമഠം കോളനിക്കാർ. വാർത്തകൾ വിശദമായി. രാജ്യം പൊതുതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UPAയും BJP നേതൃത്വം നൽകുന്ന NDAയും തമ്മിലാണ് മത്സരമെന്ന പ്രചാരണത്തിനിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സഖ്യത്തെ മാധ്യമങ്ങൾ അവഗണിച്ചതായി രാജു എബ്രഹാം MLA. തെരഞ്ഞെടുപ്പിന്റെ രൂപരേഖയാകുമ്പോൾ മറ്റു മുന്നണികളും ഇടതുപക്ഷ നേതൃത്വം നൽകുന്ന മൂന്നാം ബദലിലേക്ക് എത്തുമെന്നും രാജു എബ്രഹാം MLA പറഞ്ഞു. കേരള NGO യൂണിയൻ 51ാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം മങ്കമ്പ് P. കൃഷ്ണപിള്ള സ്മാരക മന്ദിരത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൂന്നാം ബദൽ അപ്രസക്തമാണെന്നുള്ള പ്രചരണവേല കോർപ്പറേറ്റുകൾ മുൻകൈയെടുത്ത് നടത്തുന്നതാണെന്നും രാജു എബ്രഹാം പറഞ്ഞു. ഈ സഖ്യത്തിന് രാജ്യത്തിലെ തെരഞ്ഞെടുപ്പിൽ ലഭിക്കാനിടയുള്ള സാധ്യതയെ സംബന്ധിച്ച് ബോധപൂർവം മൗനം പാലിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. കാരണം ഈ മുന്നണി കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കേരളത്തിൽ 10-16 സീറ്റുകളിലെങ്കിലും വിജയിക്കാനുള്ള സാധ്യത ഇന്ന് നിലനിൽക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ അവിടുത്തെ ഭരണകക്ഷി ഈ മുന്നണിയിലെ അംഗമാണ്. അതുപോലെ തന്നെ ഒറീസ, അവിടുത്തെ ഭരണകക്ഷി ഈ മുന്നണിയിലെ അംഗമാണ്. ഉത്തർപ്രദേശിലെ ഭരണകക്ഷി ഈ മുന്നണിയിലെ അംഗമാണ്. മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സംസ്ഥാനങ്ങളിൽ ഒരിക്കൽ ഭരിക്കുകയും പിന്നീട് പ്രതിപക്ഷത്തിരിക്കുകയും ചെയ്യുന്ന നിർണായകമായ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് ഈ മുന്നണിയിൽ അണിനിരന്നിരിക്കുന്നത്. NGO ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് CK ഷാജി അധ്യക്ഷനായി. കോൺഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി K. മുരളീധരൻ നായർ, FSCTO ജില്ലാ പ്രസിഡന്റ് MC പ്രസാദ്, K. വാമദേവൻ, VR പ്രകാശ്, TC രാമകൃഷ്ണൻ, A. സ്വാമിനാഥൻ എന്നിവർ സംസാരിച്ചു. NGO യൂണിയൻ ജില്ലാ സമ്മേളനം ശനിയാഴ്ചയും തുടരും. 9:45-ന് പ്രതിനിധി സമ്മേളനവും തുടർന്ന് ഇന്ത്യൻ സമ്പദ്ഘടന നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ CITU സംസ്ഥാന സെക്രട്ടറി K. ചന്ദ്രൻപിള്ളയുടെ പ്രഭാഷണവും നടന്നു. തങ്ങളെ സഹായിക്കുന്ന നേതാക്കന്മാരെ തിരിച്ചും സഹായിക്കണമെന്നതാണ് തന്റെ അഭിപ്രായമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. എന്നാൽ ഇത് SNDP യോഗത്തിന്റെ ഔദ്യോഗിക തീരുമാനമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. യോഗം, കൌൺസിലും ബോർഡ് യോഗവും ചേർന്ന് SNDP യോഗത്തിന്റെ നിലപാട് വ്യക്തമാക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നട്ടലുള്ള ആണായിരുന്നെങ്കിൽ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ തെരഞ്ഞെടുപ്പിൽ സമദൂരം പാലിക്കുമെന്ന് പറയില്ലായിരുന്നു. ഇതിനു മുമ്പും ഇത്തരം കള്ളങ്ങൾ സുകുമാരൻ നായർ നടത്തിയിട്ടുണ്ട്. ആലപ്പുഴയിലെ LDF സ്ഥാനാർത്ഥി CB ചന്ദ്രബാബു മാന്യനായ കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. ഈഴവനെന്ന് അദ്ദേഹത്തെ ബ്രാൻഡ് ചെയ്യരുതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അവര് സമദൂരം ഇപ്പൊ എല്ലാം പണ്ടും പറയാറുണ്ടല്ലോ സമദൂരം. അപ്പൊ നട്ടലുള്ള ആളാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ നട്ടലില്ലെന്നെങ്കിലും ഇപ്പൊ മനസ്സിലായില്ലേ. നട്ടലിലുണ്ടായിരുന്നെങ്കിൽ സമദൂരം പറയില്ല, ശരിദൂരം പറഞ്ഞാല്. അപ്പോ പണ്ടും ഇതുപോലുള്ള കള്ളനാണയങ്ങളും ഈ സമദൂരം എന്നൊരു കള്ളനാണയങ്ങൾ അടിക്കാറുണ്ട്. ആ അടിക്കുന്ന കള്ളനാണയത്തിന്റെ യഥാർത്ഥ ശരിയായ നാണയം എന്തെന്ന് നിങ്ങളെല്ലാം മനസ്സിലാക്കാറുണ്ട്. പക്ഷെ ആരും പറയുന്നില്ല. മാന്യത കൊണ്ട് പലരും പറയുന്നില്ലെന്ന് മാത്രമേ. ഇത്രയധികം ഒരു ആക്ഷേപം കേരളത്തിലെ ഒരു KPCC പ്രസിഡന്റ് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. കൂടുതൽ ആക്ഷേപം സഹിക്കാൻ ഇടപെടാതെ ബുദ്ധിപൂർവ്വം പുള്ളി ഇവിടുന്ന് പോകുന്നത്, അതാണ് ഏറ്റവും നല്ലത്. നന്നായി. കാരണം അവിടെ കുറെ നേരം ഇരുന്നിട്ടും കണ്ടില്ല.
കോൺഗ്രസിന്റെ പ്രതിഷേധം കോൺഗ്രസ്സാണെന്ന് മനസ്സിലായില്ലേ? എന്നാ ഈ പറയുന്ന കോൺഗ്രസ്സുകാരായ ആളുകളെല്ലാം ശങ്കർ സാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ പോകാറില്ല. അവിടെ ആർക്കും എപ്പോഴും ചെല്ലാം. റോമിൽ പോയിരിക്കും ബാബായെ അടക്കം ചെയ്തിരുന്നത് എല്ലാവർക്കും ഇഷ്ടംപോലെ പോകാൻ വരാം. ഇവിടെ ഇത്ര നിയന്ത്രണങ്ങൾ വെച്ചിരിക്കുന്നത് അതവരുടെ സംസ്കാരം. പട്ടിക വിഭാഗത്തിന്റെ സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തനം ആരംഭിച്ച പഞ്ചമി സ്വയം സഹായ സംഘത്തിന്റെ വാർഷിക സമ്മേളനം ആലപ്പുഴയിൽ നടന്നു. മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന 4ാമത് വാർഷിക സമ്മേളനം പഞ്ചമി ചെയർമാൻ പുന്തല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ കെ പുരുഷോത്തമൻ അധ്യക്ഷനായി. കഴിഞ്ഞ തവണ പഞ്ചമിയുടെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുച്ചതിന് പുറത്തുള്ള ചടങ്ങിൽ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയതോട് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. സന്ദേശം കൊടുത്തുവിട്ടു. ഞങ്ങൾ ഡൽഹിക്ക് ക്ഷണിച്ചു. ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ പിന്നീട് കുടുംബശ്രീയുടെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് വരുമ്പോൾ കാണാൻ സമയം അനുവദിച്ചു. അങ്ങനെ ചെന്ന് ഞങ്ങൾ കാണുകയും സംസാരിക്കുകയും ചെയ്തു. അത് നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. PC വിഷ്ണുനാഥ് MLA, KPMS പ്രസിഡന്റ് TK രാജൻ, P സത്യവതി, P രഘുവരൻ, പാച്ചിറ സുഗൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് റിപ്പോർട്ട് അവതരണവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. കുടിവെള്ളം കിട്ടാക്കനിയായി മിത്രക്കരി നിവാസികൾ. കുടിവെള്ളം ലഭിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് നാട്ടുകാർ. മുട്ടാർ പഞ്ചായത്തിലെ 2, 3, 12 വാർഡുകൾ ഉൾപ്പെടുന്ന മിത്രക്കരി, കിഴക്കേ മിത്രക്കരി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായത്. മുൻപ് വേനലാകുന്നതോടെ ഈ പ്രദേശങ്ങളിൽ വാഹനങ്ങളിൽ കുടിവെള്ള വിതരണം നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ നീരേറ്റുപുറം പദ്ധതിയുടെ പേരിൽ ഇവിടേക്കുള്ള കുടിവെള്ള വിതരണം നിർത്തി. ഇതോടെ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടേണ്ട സ്ഥിതിയാണ് പ്രദേശവാസികൾക്ക്. 3-ാം വാർഡിൽ ഞാൻ അങ്ങ് കിഴക്കേ മുട്ടാറ്റി വരെ ചെന്ന് തലച്ചോണ്ട വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. അത്രയ്ക്കും വെള്ളം ക്ഷാമം. പഞ്ചായത്തിലൊക്കെ പരാതിപ്പെട്ടിട്ടുണ്ട്, മെമ്പർമാരോട് പറഞ്ഞിട്ടുണ്ട്. മെമ്പർമാർ പറയും ഇന്ന് വരും നാളെ വരുമെന്ന്. അവരുടെ കഴിവ് അവർ പറയുന്നു, അല്ലാതെ അവരെന്നെ ചെയ്യാനാണ്. കൂടാതെ മിത്രമഠം കോളനി, കണ്ണന്മാലി കോളനി, നെല്ലാനിക്കൽ, ലക്ഷം വീട് തുടങ്ങിയ സ്ഥലങ്ങളിലെ 100 കണക്കിന് കുടുംബങ്ങൾ കുടിവെള്ളം കിലോമീറ്ററുകൾ നടന്നാണ് ശേഖരിക്കുന്നത്. എന്നിട്ടും ഈ പ്രദേശത്തേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനോ നിലവിലുള്ള പൈപ്പ് ലൈനുകൾ അറ്റകുറ്റപ്പണി നടത്തുവാനോ അധികാരികൾ തയ്യാറാകുന്നില്ല. അതിന് ഇവിടെക്കും വെള്ളം കിട്ടാം. പൈപ്പില്ല ഇവിടെ വോട്ട് വരുമ്പോഴത്തേക്ക് വെള്ളം ഉണ്ട് തരാന്ന് പോയി. വോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കാര്യം കണ്ടു കഴിയുമ്പോൾ നമുക്ക് വെള്ളവും ഇല്ല, ഒന്നുമില്ല. പിന്നെ ഈ വഴി എവിടെ വരികയല്ല വരെ. അയ്യോ, ഇപ്പൊ ഞാൻ നാട്ടോട്ടിരുന്ന തിളപ്പിച്ച് കുടിക്കും. ഇപ്പം ഇവിടെ തോമസ് ചാണ്ടി എന്ന ഈ MLA നമ്മുടെ കുട്ടനാട് മുഴുവൻ ശുദ്ധജലം വിതരണം ചെയ്തു എന്നുള്ള ഒരു പോസ്റ്റർ വരെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ പ്രദേശത്തും ഈ 12-ാം വാർഡിന്റെ പടിഞ്ഞാറേ അറ്റവും 13-ാം വാർഡിന്റെ കിഴക്കേറ്റത്തും ഇന്ന് വരെ തുള്ളി വെള്ളം പോലും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ പ്രശ്നം പരിഹരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇനി ഒരു വോട്ട് പോലും ഞങ്ങൾ ഈ പ്രദേശത്തുള്ളവർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളൂ. ഏത് സ്ഥാനാർത്ഥി വന്നാലും ഇതിനൊരു തീരുമാനം ഉണ്ടാകാൻ ഞങ്ങൾ ഈ മിത്രമഠത്തിന്റെ ഇപ്പൊ അകത്തോട്ട് കയറ്റത്തില്ലല്ലോ എന്നൊരു തീരുമാനത്തിലാണ് ഇരിക്കുകയാണ്. ഞങ്ങളിവിടെ 52 വീടുണ്ട്. ഒരു 200 വോട്ട് കൂടുതൽ ഇതിനകത്തുണ്ട്. ഈ വോട്ട് കിട്ടണമെങ്കിൽ ഈ പ്രദേശത്ത് ഒരു 5 പൈപ്പ്, ഈ മിത്രമഠം കോളനിക്കകത്ത് ഒരു 5 പൈപ്പ് ഞങ്ങൾക്ക് കിട്ടുകയും വേണം. ഞങ്ങൾക്ക് അതായത് 22 വർഷം കൊണ്ട് ഒരു കന്നാസ് വെള്ളത്തിന് 15 രൂപ വില പ്രകാരം ഇപ്പം ഞങ്ങൾ 25-30 രൂപ കൊടുത്ത് മേടിക്കുക. ഈ ദുരിതം ഞങ്ങൾക്ക് മാറ്റി കിട്ടണമെങ്കിൽ ഈ വെള്ളത്തിന് കൊടുക്കുന്ന കാശുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അരി മേടിച്ച് ഒരാഴ്ചയോളം സുഖമായിട്ട് ജീവിക്കാൻ. 1 രൂപയ്ക്ക് അരി മേടിക്കുന്ന സ്ഥാനത്ത് 1 ലിറ്റർ വെള്ളത്തിന് 20 പൈസയായി 22 രൂപയായി ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങളുടെ കുടിവെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ ഏതെങ്കിലും സ്ഥാനാർത്ഥികളോ ആരും ഉദ്ദേശിക്കുന്നുണ്ടോ അവർക്ക് മാത്രം ഞങ്ങൾ വോട്ടും കൊടുക്കും. ഞങ്ങൾ അതിനെ ഞങ്ങളെ സംരക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വരിക. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും മോഹന വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന രാഷ്ട്രീയക്കാർക്ക് ഇക്കുറി ഈ പ്രദേശം കടുത്ത വെല്ലുവിളി ഉയർത്തും എന്നതിൽ സംശയമില്ല. കാരണം ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമായ കുടിവെള്ളം ഒരു പ്രദേശത്തിനാകെ നിഷേധിക്കുമ്പോൾ ഇതിനെതിരെ ശബ്ദമുയർത്താൻ ഓരോരുത്തർക്കും കിട്ടുന്ന അവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ കാണുമ്പോൾ ഒരുപക്ഷെ അസാധു വോട്ടുകളുടെ എണ്ണം വർദ്ധിച്ചേക്കാം. KR ഗൌരിയമ്മയുടെ നേതൃത്വത്തിലുള്ള JSS LDFിലേക്ക് മുന്നണിയിൽ ചേരുന്നതിന് കത്ത് നൽകിയിട്ടില്ലെങ്കിലും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് LDF നേതാക്കളെ അറിയിച്ചതായി KR ഗൌരിയമ്മ. JSS സംസ്ഥാന സെന്റർ യോഗത്തിന് ശേഷം ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കാൻ യോഗം തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി 20 മണ്ഡലങ്ങളിലും രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിക്കും. കോൺഗ്രസുമായി യാതൊരു ബന്ധവും ഇനിയില്ലെന്നും ഗൌരിയമ്മ വ്യക്തമാക്കി.
മാവേലിക്കര തലക്കരപ്പാടത്തെ പമ്പിങ്ങിനിടെ മോട്ടോറിൽപ്പെട്ട് മരിച്ച പമ്പിംഗ് തൊഴിലാളി വടക്കൻ വെളിയനാട് പട്ടാറക്കൽ VP മദനന്റെ കുടുംബത്തിന് സർക്കാർ 5 ലക്ഷം രൂപ അടിയന്തര സഹായം നൽകണമെന്ന് കുട്ടനാട് വികസന ഏജൻസി വൈസ് ചെയർമാൻ വെളിയനാട് മാത്തച്ചൻ അഭിപ്രായപ്പെട്ടു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ടുകാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീട് ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BAS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ. ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. വീണ്ടും വാർത്തകളിലേക്ക്. കുട്ടനാട് താലൂക്ക് നിയമസേവന കമ്മിറ്റിയുടെയും ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ നിയമബോധന ക്ലാസ് സംഘടിപ്പിക്കുന്നു. ചമ്പക്കുളം പഞ്ചായത്ത് മിനി ഓഡിറ്റോറിയത്തിൽ ശനിയാഴ്ച രാവിലെ 11-ന് ക്ലാസ് ആരംഭിക്കും. അഡ്വക്കേറ്റ് PS ശ്രീജ ക്ലാസ് നയിക്കും. മണ്ണിന്റെ യഥാർത്ഥ അവകാശികൾ സ്വന്തം ഭൂമിയിലേക്ക്. ഇതാണ് ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയുടെ ഭാഗമായി UDF സർക്കാർ വൻതോതിൽ പ്രചരണം നൽകിയ മുദ്രാവാക്യം. കേരളത്തിൽ 2,44,000 ഭൂരഹിതരാണുള്ളത്. ഇവിടെയാണ് 3 സെന്റിന്റെ ജാലവിദ്യ വ്യക്തമാകുന്നത്. 2015-ൽ 2 ഘട്ടമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയാണിത്. ആദ്യഘട്ടമെന്ന നിലയിൽ 1 ലക്ഷം പേർക്ക് ഭൂമി നൽകാൻ 3000 ഏക്കർ മതി. കേരളത്തിലെ എസ്റ്റേറ്റ് ഉടമകളായ ടാറ്റ, ഹാരിസൺ തുടങ്ങിയ വമ്പന്മാർ കൈവശം വെച്ചിരിക്കുന്നത് ഏതാണ്ട് 1.5 ലക്ഷത്തോളം ഏക്കർ തോട്ടങ്ങളാണ്. സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്ലാന്റേഷൻ കോർപ്പറേഷൻ കൈവശം വെച്ചിരിക്കുന്ന 1/2 ലക്ഷത്തോളം ഏക്കർ തോട്ടം, റവന്യൂ വകുപ്പിന്റെ നിയന്ത്രണത്തിൽ ഏറ്റെടുക്കാൻ കഴിയുന്ന 1 ലക്ഷത്തോളം ഏക്കർ ഭൂമി തുടങ്ങിയവയുടെ ഒരു ചെറിയ അംശം പോലും 3 സെന്റ് പദ്ധതിക്ക് വേണ്ടി ആവശ്യമില്ല. വമ്പൻ, ഇടത്തര, ചെറുകിട എസ്റ്റേറ്റ് ഉടമകൾ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയിൽ റവന്യൂ പുറമ്പോക്ക് ഭൂമിയാണ് അധികവും. എന്നാൽ ഇവരിൽ നിന്നൊന്നും ഭൂമി പിടിച്ചെടുക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. സർക്കാരിന് അനായാസം കണ്ടെത്താനാകുന്ന 3000 ഏക്കർ കൊണ്ട് കേരളത്തിലെ ഭൂരാഹിത്യം തുടച്ചു നീക്കുക എന്നതാണ് സർക്കാർ നയം. ദളിതരെയും വലിയൊരു വിഭാഗം കർഷക തൊഴിലാളികളെയും ചേരി നിവാസികളായി പരിവർത്തനപ്പെടുത്തുവാൻ മാത്രമേ ഭൂരഹിത കേരളം പദ്ധതിക്ക് സാധിക്കൂ. 1 ഏക്കർ കൃഷിസ്ഥലവും വീട് വെക്കാൻ 10 സെന്റ് സ്ഥലവുമെന്ന ഇവരുടെ ആവശ്യത്തെ നിസാരവൽക്കരിക്കുകയാണ് ഗവൺമെന്റ്. ഭൂമി കച്ചവട ചരക്കാണ്, കമ്പോളത്തിലെ ക്രയവിക്രയ വസ്തുവാണ്. അതിനുമേൽ ജനകീയമായ യാതൊരു ഇടപെടലും ഉണ്ടാകാതിരിക്കുവാനുള്ള ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണ് 3 സെന്റ് മിച്ചഭൂമി വിതരണം. സമ്പൂർണ്ണ ഭൂരഹിതരില്ലാത്ത കേരളം എന്ന മുദ്രാവാക്യത്തെ ഭരണാധികാരികൾ ആഘോഷമാക്കുന്നതും അതുകൊണ്ടാണ്. തെരുവോരങ്ങളിലും ചേരികളിലും പുറമ്പോക്കുകളിലും ലക്ഷം വീട് കോളനികളിലും അടിസ്ഥാന സൗകര്യം പോലുമില്ലാതെ കഴിയുന്നവർ ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ്. അടിസ്ഥാനപരമായ മാറ്റം സാധ്യമാക്കുന്ന ഒരു കാർഷിക പാർപ്പിട വികസന പദ്ധതിയുടെ ഭാഗമായാണ് ദേശീയ പാർപ്പിട നയവും ആവിഷ്കരിക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് KCV.
പൊതു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി രാഷ്ട്രീയ പ്രതിനിധികളുടെ യോഗം ആലപ്പുഴ ജില്ലാ കളക്ടർ എൻ പത്മകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. പൊതു തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കക്ഷികൾ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് യോഗം ചർച്ച ചെയ്തത്. തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റ സംഹിത രാഷ്ട്രീയ പാർട്ടികൾ പാലിക്കണമെന്ന് യോഗം നിർദ്ദേശം നൽകി. കളക്ടറുടെ ചേംബറിൽ നടന്ന യോഗത്തിൽ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ PB പുഷ്പലത, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പുഴയുടെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മാധ്യമം ദിനപത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച സെമിനാർ സംഘടിപ്പിക്കും. ആലപ്പുഴ മുനിസിപ്പൽ ടൌൺ ഹാളിൽ ഉച്ചയ്ക്ക് 2-ന് നടക്കുന്ന സെമിനാർ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ അധ്യക്ഷത വഹിക്കുമെന്നും മാധ്യമം ന്യൂസ് എഡിറ്റർ ഇൻചാർജ് MKM ജാഫർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. കേന്ദ്രമന്ത്രി KC വേണുഗോപാൽ, മുൻ മന്ത്രി KR ഗൌരിയമ്മ, MLA-മാരായ CK സദാശിവൻ, P തിലോത്തമൻ, AM ആരിഫ്, G സുധാകരൻ, PC വിഷ്ണുനാഥ് തുടങ്ങിയവർ പങ്കെടുക്കും. ഞങ്ങളെക്കാളൊക്കെ കൂടുതലായിട്ട് നിങ്ങൾക്കറിയാം, മാധ്യമം ഒരു സെമിനാറുമായി രംഗത്തിറങ്ങിയായിരുന്നു. ആലപ്പുഴയുടെ വിവിധ മേഖലകളിലുള്ള വികസനമാണ്, വികസനത്തിലെ പിന്നോക്കാവസ്ഥയും എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്യുമ്പോൾ ശരിക്ക് കാർഷിക മേഖലയിലെ വികസനത്തെപ്പറ്റി പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ കൃഷിമന്ത്രി അതിൽ പങ്കെടുത്തുകൊണ്ട് പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യതകളും ചർച്ച ചെയ്യുക. അങ്ങനെ ഓരോ വ്യവസായ മേഖലയിലുള്ള വികസനത്തെപ്പറ്റി പറയുമ്പോൾ വ്യവസായ മന്ത്രിയുടെ സാന്നിധ്യവും ടൂറിസം മന്ത്രിയുടെ സാന്നിധ്യവും ഒക്കെ നമ്മൾ ഉറപ്പുവരുത്തിയിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടുകൂടി മന്ത്രിമാർ അവരുടെ അസൗകര്യമല്ല, അവരുടെ നിസ്സഹായാവസ്ഥ അറിയിച്ചു. പങ്കെടുത്താൽ പോലും അവർക്ക് ഒന്നും സംസാരിക്കാനോ കാര്യമായ പ്രഖ്യാപനങ്ങളൊന്നും നടത്താനും കഴിയില്ല. അതുകൊണ്ട് പലരും ആശംസകൾ അറിയിക്കാനും ഒക്കെയാണ് തയ്യാറായത്. കുട്ടനാട് താലൂക്ക് NSS വനിതാ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനമായ ശനിയാഴ്ച വനിതാ ദിനാചരണം സംഘടിപ്പിക്കും. നെടുമുടി വിദ്യാധിരാജ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി അഡ്വക്കേറ്റ് പ്രതിഭാഹരി ഉദ്ഘാടനം ചെയ്യും. തെക്കേക്കര സെന്റ് ആന്റണീസ് LP ആൻഡ് നഴ്സറി സ്കൂളിന്റെ 29ാം സ്കൂൾ വാർഷികവും രക്ഷകർതൃ ദിനാഘോഷങ്ങളും നടന്നു. തെക്കേക്കര സെന്റ് ജോസഫ് പള്ളി പാരിഷ് ഹാളിൽ നടന്ന പരിപാടി ഫാദർ ജോസഫ് കൊച്ചിച്ചിറ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും അദ്ദേഹം നിർവഹിച്ചു. ഫാദർ ബിനോയ് ആലപ്പാട്ട് അധ്യക്ഷനായി. KA റോസമ്മ ടീച്ചർ, സിസ്റ്റർമാരായ ഷാരോൺ, ബ്രിജി, ക്ലെറിൻ, ഫാദർ ബിജു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. വേഴപ്ര മേജർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവവും പൊങ്കാലയും വ്യാഴാഴ്ച നടന്നു. രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്രം മേൽശാന്തി അനിൽ നമ്പൂതിരി ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. തുടർന്ന് മുൻ മാളികപ്പുറം മേൽശാന്തി വാസുദേവൻ പോറ്റി ഭണ്ഡാര അടുപ്പിലേക്ക് അഗ്നി പകർന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമായി. 10:30 ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് പൊങ്കാല നേദിക്കൽ ചടങ്ങ് നടന്നു. തുടർന്ന് മഹാപ്രസാദമൂട്ട് നടന്നു. വൈകുന്നേരം താലപ്പൊലിയും കളമെഴുത്തുപാട്ടും ഗുരുസി എന്നീ ചടങ്ങുകളും നടന്നു. കൂടാതെ വൈഷ്ണവ കലാകേന്ദ്രം അവതരിപ്പിച്ച ദാരികവധം കഥകളിയും നടന്നു. ചെമ്പുംപുറം പുളിക്കക്കാവ് ശ്രീപോർക്കലി ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം വ്യാഴാഴ്ച നടന്നു. ചെമ്പുംപുറം ശ്രീഭദ്ര സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് കാവടിയാട്ടവും നടത്തി. കുംഭമഹോത്സവത്തിൽ നിരവധി ഭക്തജനങ്ങളാണ് ദർശന പുണ്യത്തിനായി എത്തിയത്. പുതുമന ശ്രീധരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കാവടി അഭിഷേകം, നവകാഭിഷേകം, കളഭാഭിഷേകം, ചാന്താട്ടം എന്നിവയുമുണ്ടായിരുന്നു. തുടർന്ന് അമ്പലപ്പുഴ പരമേശ്വരക്കുറുപ്പും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യവും നടന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ വിവിധ ശാഖകളിൽ നിന്ന് എടുത്തിട്ടുള്ള വായ്പകൾക്ക് ഒറ്റത്തവണ കുടിശ്ശിക തീർപ്പാക്കാൻ അവസരം.
മാർച്ച് 12 ബുധനാഴ്ച മാമ്പഴക്കരി കുട്ടനാട് വികസന സമിതി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അദാലത്തിൽ പരമാവധി ഇളവ് നേടി കടബാധ്യതയിൽ നിന്ന് ഒഴിവാകാനും അവസരമൊരുക്കിയിട്ടുണ്ട്. ചരമവാർത്തകൾ. ചമ്പക്കുളം തോട്ടയ്ക്കാട് ടി വി ജോസഫ് നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച 3 ചമ്പക്കുളം സെന്റ് മേരീസ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പൊതുതെരഞ്ഞെടുപ്പിന്റെ രൂപരേഖയാകുമ്പോൾ മറ്റു മുന്നണികളും ഇടതുപക്ഷ നേതൃത്വം നൽകുന്ന മൂന്നാം ബദലിലേക്ക് എത്തുമെന്ന് രാജു എബ്രഹാം MLA. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ നട്ടലുള്ള ആണല്ല. ആയിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പിൽ സമദൂരം പാലിക്കുമെന്ന് പറയില്ലായിരുന്നുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ. പഞ്ചമി സ്വയം സഹായ സംഘം 4ാം വാർഷികം ആലപ്പുഴയിൽ നടന്നു. കുടിവെള്ളം എത്തിയില്ലെങ്കിൽ വോട്ടില്ലെന്ന് മിത്രക്കരി മിത്രമഠം കോളനിക്കാർ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.